ഓണാഘോഷം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നന്നായി പഠിച്ച് പണ്ഡിതന്മാരിരുന്ന് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മറുപടി പറയേണ്ടതാണ്. സത്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അതിൽ യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. കാരണം ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പ്രശ്നങ്ങളിൽ പലതും ഒരു സാമൂഹികമായ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ നമ്മൾ കാണാതെ കണ്ണടച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് വളരെ അപകടകരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സഹകരിക്കാം നിസ്സഹകരിക്കാം എന്ന് പഠിച്ചു പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഈ വിഷയത്തിൽ നിരവധി അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഈ വിഷയത്തിൽ കാണാതിരുന്നിട്ട് കാര്യമില്ല. സാധാരണഗതിയിൽ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും മറ്റ് ആഘോഷങ്ങളാണെങ്കിലുമെല്ലാം ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ മുസ്ലിമിന് പാടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിലൊടിച്ച് ഇത്തരം ആഘോഷങ്ങളിൽ അഥവാ ഇസ്ലാമികമല്ലാത്ത ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മുസ്ലിമിന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം പൂർവ്വകാലഘട്ടത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതിനനുകൂലിക്കുന്ന ആളുകളോട് ആ കാര്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചില ആശയങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും ആ ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ച ദിവസമാണ് ക്രിസ്തുമസ് എന്നും വിശ്വസിക്കുന്നവരാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഡിസംബർ 15 എന്നും വിശ്വസിക്കുന്നവരാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രന്റെ ജനനത്തിന്റെ പ്രഖ്യാപനമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവപുത്രവാദത്തെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിന് അനുഗുണമായി സംസാരിക്കുകയോ ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം പൂർവ്വകാല പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ മദീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. നെയ്റൂസ്, മഹ്റജാൻ തുടങ്ങിയ ഈ ആഘോഷങ്ങൾ അവിടെയുള്ള എല്ലാവരും ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും നമുക്ക് മുസ്ലിങ്ങൾക്കുള്ള ആഘോഷങ്ങളായി പഠിപ്പിക്കുകയും ആ ആഘോഷങ്ങളിൽ അതിനുശേഷം മുസ്ലിങ്ങൾ ആ ആഘോഷങ്ങളായി കൊണ്ടാടുകയും മറ്റേ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങൾ എന്നുള്ള നിലക്ക് ഓണമാണെങ്കിലും നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഓണം എന്നുള്ളത് ഏത് ജയന്തിയാണെന്നുള്ള കാര്യത്തിലുള്ള ഇഖ്തിലാഫ് ഇപ്പോഴും അവിടെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള അഭിപ്രായ വ്യത്യാസം. അത് മഹാബലിയുടെ ജയന്തിയാണോ അതല്ല വാമനന്റെ ജയന്തിയാണോ എന്നുള്ള കാര്യത്തിൽ മഹാബലി എന്ന് പറഞ്ഞാൽ നല്ല ഭരണം നടത്തിയ കേരളത്തിലെ ചക്രവർത്തിയാണെന്നാണ് പറയുന്നത്. അതേപോലെ വാമനൻ എന്ന് പറഞ്ഞാൽ ആ ചക്രവർത്തിയെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി വന്ന വിഷ്ണുവിന്റെ അവതാരമാണെന്നും. ഇത് രണ്ടും ഇപ്പോഴും ചർച്ചയിലാണ്. അവിടെ അത് പോകട്ടെ. ഏതായിരുന്നാലും അതിലെ അടിസ്ഥാനപരമായ തത്വം വാമനൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അവതാരമുണ്ടായി എന്നും ഈ മഹാബലി എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലങ്ങളിൽ ഇങ്ങനെ വരുന്നു എന്നുമെല്ലാമുള്ള തത്വമാണ്. ഇത് ശിർക്കുമായി ബന്ധപ്പെട്ട തത്വമാണെന്നുള്ള കാര്യത്തിൽ സംശയവുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിനനുകൂലിക്കലാണ് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉള്ള പണ്ഡിതന്മാർ ഇക്കാര്യം പറഞ്ഞു വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ളൊരു പ്രശ്നം അത്തരം ആഘോഷിക്കുന്ന ആളുകൾ തരുന്ന ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ കഴിയുമോ, അവരുടെ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയുമോ എന്നെല്ലാമുള്ള പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതിന് സമാനമായ സംഭവങ്ങളൊന്നും തന്നെ നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല ഹദീസ് ഗ്രന്ഥങ്ങളിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണമോ അവർ നൽകുന്ന ഗിഫ്റ്റുകളോ സമ്മാനങ്ങളോ സ്വീകരിക്കാൻ പാടുണ്ടോ എന്നോ പാടില്ല എന്നോ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു നിവേദനമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് മുസ്ലിങ്ങളല്ലാത്തവർ ഉണ്ടാക്കുന്ന ഇത്തരം ഗിഫ്റ്റുകൾ, ഇത്തരം സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന നിവേദനം കാണാൻ കഴിയും. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ ഞങ്ങൾക്ക് ഇത്തരം ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരുന്നു, ആ ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായി ഇബ്നു അബീ ശൈബയുടെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. ആ ഇബ്നു അബീ ശൈബയുടെ റിപ്പോർട്ടിൽ നമ്മൾ കാണുക, ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മറുപടി പറഞ്ഞത്, അതിൽ നിങ്ങൾ അനുവദനീയമായത് കഴിച്ചുകൊള്ളുക, അനനുവദനീയമായത് ഒഴിവാക്കുക എന്നാണ്. അഥവാ അവരടുത്ത മാംസമാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക, അതേസമയം അവർ തരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റുപല ഉപയോഗിക്കുക എന്നാണ്. അതേപോലെ തന്നെ മറ്റു ചില സ്വഹാബിമാരും ഇതേ രൂപത്തിൽ കുടുംബത്തോട് നിർദ്ദേശിച്ചതായി ഉള്ള നിവേദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർ അക്കാലഘട്ടത്തിൽ ഒന്നും തന്നെ എതിർത്തുള്ള അഥവാ അവരിൽ നിന്നുള്ള ഗിഫ്റ്റ് സ്വീകരിക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള നിവേദനങ്ങളൊന്നുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ ഭിന്നിച്ച പണ്ഡിതന്മാരാരും ചെറിയ ആളുകളല്ല. അഥവാ ഇത്തരം ആഘോഷങ്ങളോടനുബന്ധിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ആഘോഷങ്ങളോടനുബന്ധിച്ച് അവർ നൽകുന്ന ഏതെങ്കിലും ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളോ ഭക്ഷണമോ സ്വീകരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചതായി കാണാൻ കഴിയും. ഒന്നാമത്തേത്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ 3 നിവേദനങ്ങൾക്കും ചില ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ നിവേദനങ്ങളെ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കലും തീർച്ചയായും പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആ സമ്മാനങ്ങളും തീർച്ചയായും ബഹുദൈവ ആരാധനയെയും ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ ആഘോഷങ്ങളെയും അനുഭവിക്കലുമാണ് എന്നാണ്. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരിൽ നമ്മൾ ഈ അടുത്ത് മരണപ്പെട്ട ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഉൾപ്പെടും. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ പറയുന്നത് ഈ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മുസ്ലിങ്ങളല്ലാത്തവർ അവരുടെ ആഘോഷത്തോടനുബന്ധിച്ച് നൽകുന്ന സമ്മാനങ്ങൾ നൽകിയാൽ അത് സ്വീകരിക്കാം എന്നല്ലാതെ സ്വീകരിക്കാൻ പാടില്ല എന്നതിന് സ്വഹാബിമാരിൽ നിന്നോ മറ്റോ നിവേദനങ്ങളും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം എന്ന അഭിപ്രായക്കാരുണ്ട്. അവരിലും മഹാപണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായം പ്രകടിപ്പിച്ച പണ്ഡിതനാണ്. ഈ 2 അഭിപ്രായങ്ങൾ മഹാപണ്ഡിതന്മാർ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവരൊന്നുമല്ലാത്തൊരു അഭിപ്രായം പറയാൻ മാത്രം ഉള്ള വിവരങ്ങൾ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നില്ല. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഈ 2 അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മമായി ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ സുഹൃത്ത് ഇവിടെ ചോദിച്ചതുപോലെ മനസ്സിലും ജീവിതത്തിലുമായി സമൂഹത്തിൽ ബന്ധപ്പെടുന്ന ആളുകൾ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് ഇവിടെയും അവിടെയുമായി പലതും പറയുമ്പോൾ ആകെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് പരസ്യമായി പരസ്പരം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലെ മതനിരപേക്ഷതയുടെ നൂലിഴകൾക്ക് അപകടം സംഭവിക്കുന്നുമുണ്ട്. അവിടെ എന്താണോ ശരിയായ നിലപാട്, ആ നിലപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് ആ നമ്മുടെ നാട്ടിലെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് അഭിപ്രായം പറയേണ്ടത് മഹാപണ്ഡിതന്മാരാണ്. അവരാണത് നിർവഹിക്കേണ്ടത്. ഈ 2 അഭിപ്രായങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ എന്നാണ് ഞാൻ ആ വിഷയകമായി എന്റേതായി എനിക്ക് പറയാൻ കഴിയൂ.